ഉപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഖബർ തുറന്ന് പോസ്റ്റ്മോർട്ടം പയ്യോളി അങ്ങാടിച്ചെരിച്ചിൽ പള്ളി ഖബർസ്ഥാനിൽ മറവ് ചെയ്ത തുറയൂർ അട്ടക്കുണ്ട് ഈളുവയലിൽ മുഹമ്മദിന്റെ മൃതദേഹമാണ് പുറത്തെടുത്തത്. കഴിഞ്ഞ 27 വർഷമായി ഭാര്യയും മക്കളുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു മുഹമ്മദ്. ഇക്കഴിഞ്ഞ 26-നാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മുഹമ്മദിനെ വീടിന് പുറത്തേക്ക് കാണാത്തതിനെ തുടർന്ന് അയൽവാസിയായ സ്ത്രീ ജനലിലൂടെ നോക്കിയപ്പോൾ മുഹമ്മദിനെ കസേരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ഇവർ നാട്ടുകാരെ വിവരമറിയിച്ചു. ശേഷം സഹോദരനെ വിവരമറിയിക്കുകയും ഡോക്ടറെ വിളിച്ചു വരുത്തി മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഇതിനു പിന്നാലെ മൃതദേഹം മുഹമ്മദിന്റെ അനുജൻ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോവുകയും വൈകിട്ടോടെ ചെരിച്ചിൽ പള്ളി ഖബർസ്ഥാനിൽ അടക്കിയെന്നുമാണ് വിവരം. മരണവിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാളുടെ മകൻ പയ്യോളി കണ്ണംകുളം കൂഴിച്ചാലിൽ മുഫീദ് സ്ഥലത്തെത്തിയിരുന്നു. ഉപ്പയുടെ അക്കൗണ്ടിൽ നിന്നും മരണശേഷം പണം പിൻവലിക്കപ്പെട്ടിട്ടുണ്ടെന്നും കാണിച്ചാണ് മകൻ ഉപ്പയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചതെന്നാണ് വിവരം. എന്നാൽ മരണകാരണം എന്താണെന്ന് തനിക്കറിഞ്ഞാൽ മതിയെന്നാണ് പറഞ്ഞതെന്നും ദുരൂഹത ആരോപിച്ചിട്ടില്ല എന്നുമാണ് മകൻ പറയുന്നത്. മരണകാരണം അറിയണം, അത്രേ ഉള്ളൂ. ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട സംശയമുണ്ടെന്ന് പറഞ്ഞു. സംശയമുണ്ട്. ബാങ്കിൽ നിന്ന് ഇപ്പം മരിച്ചതിന് പിറ്റേന്ന് നല്ല ഭീമമായ സംഖ്യ വേറെ 2 അക്കൗണ്ടിൽ മാറ്റിയിരിക്കും. അതെന്താണ് അറിയണം, എൻ്റെ ആവശ്യത്തിനാണ്. എത്ര രൂപ മാറ്റിയിരിക്കുന്നത്? ഇത് പറയാൻ പറ്റുന്ന ബാങ്ക് നിങ്ങളാണ് നോമിനി, നിങ്ങൾ പോലെ പറയാൻ പറ്റുന്ന. അപ്പൊ നിങ്ങൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം അതിന് മുമ്പ് കുറെ കാലമായിട്ട് പാപ്പയുടെ ബന്ധം ഉണ്ടായിരുന്നു? ഞാൻ ബന്ധം ഉണ്ടായിരുന്നു. പാപ്പയുടെ അസുഖമുള്ള സമയത്തൊക്കെ നിങ്ങൾ നോക്കിയിരുന്നോ? എങ്ങനെ നോക്കിയിരുന്നു? നിങ്ങൾ ഈ ചികിത്സയെ ബന്ധപ്പെട്ടൊക്കെ നിങ്ങളായിരുന്നോ നോക്കിയിരുന്നത്? അല്ല, പാപ്പ ഒറ്റക്കാണ് നോക്കിയ കാര്യങ്ങളൊക്കെ. 1-2 തവണ ഞാൻ പോയി. ഇപ്പൊ ഈ ഒരു പരാതി കൊടുക്കാണ്ടായ സാഹചര്യം എന്താ? സാഹചര്യം ഇതൊക്കെയാണ്. എനിക്ക് മരണ കാരണം അറിയണം പാപ്പാന്റെ. അത് ആരോട് ഇതിൽ ആരും പറയുന്നില്ല എന്താ കാരണം. എല്ലാവരും വരും മരിച്ചു കിടക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ, മരണ കാരണം ആരും പറയുന്നില്ല. അതിനത്രേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് മരണ കാരണം അറിയണം. ബാലൻസ് സാമ്പത്തികം മാറ്റിയെന്ന് പറയേണ്ട കാരണം നിങ്ങൾ ബാങ്കിൽ പോയി അന്വേഷിക്കേണ്ടത്. അങ്ങനെയാണ് അത് അറിഞ്ഞു സാമ്പത്തികം മാറ്റിക്കുക. മരിച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിലേക്ക് പോയി? ആ, മരിച്ചതിന് ശേഷമല്ല, മരിച്ചത് 8 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോഴാണ് മനസ്സിലായത് ബാങ്കിൽ നിന്ന് പേയ്മെന്റ് മാറിയിരിക്കുക. അപ്പൊ അത് എന്താണ് നിങ്ങളുടെ സംശയം? എന്തിനാ മാറ്റിയേ? അതിന്റെ ആവശ്യമില്ലല്ലോ. മരിച്ചവരുടെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെന്റ് പെട്ടെന്ന് മരിച്ചതിന് പിറ്റേന്ന് 27-ാം തീയതി അക്കൗണ്ടിൽ നിന്ന് മാറ്റുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇത് ആരാണ് നിങ്ങൾ പറയുന്നത് ഈ സാമ്പത്തിക ഇടപാട്? എനിക്കാരും സംശയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്കറിയാൻ മരണ കാരണം അറിയണം. അറ്റാക്കാണോ മറ്റേ പ്രശ്നമാണോ അത് മാത്രം അറിയണം. അത് മാത്രമേ അറിയണം. ഞാൻ അതാ പോലീസിന് കേസ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പൊ മരണ കാരണം അറിയണം. സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അറിയണം. അതും അറിയണം. എന്തിനാ പൈസ വലിച്ചത്, അരക്കൊണ്ടിലൊക്കെ മാറ്റിയ, അത്രേ ഉള്ളൂ. മരണത്തിൽ സംശയങ്ങളൊന്നുമില്ല? വേറെ സംശയവും കാര്യങ്ങളൊന്നുമില്ല. മകൻ പയ്യോളി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഖബർ തുറന്നത്. മെഡിക്കൽ കോളേജ് ഫോറൻസിക് ഡോക്ടർ സഞ്ജയ് പി, RDO അൻവർ സാദത്ത്, പയ്യോളി പോലീസ് ഇൻസ്പെക്ടർ സജീഷ് കെ, സബ് ഇൻസ്പെക്ടർ റഫീഖ് തുടങ്ങിയവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് കുറെ ആയല്ലോ, ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല. അതെ, മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BVOC MLT, RIT, CSSD, നഴ്സിംഗ് കെയർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, DVOC നഴ്സിംഗ് കെയർ, DMLT, DRIT, ഫാർമസി അസിസ്റ്റന്റ്, ഇന്റർനാഷണൽ മോണ്ടിസറി TTC, മെഡിക്കൽ കോഡിംഗ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.